കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തന്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. സ്ത്രീക്ക് പ്രസവവേദന ആരംഭിക്കുമ്പോൾ അവളുടെ സമയം വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ടാകുന്നു. എന്നാൽ ശിശുവിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചതുകൊണ്ടുള്ള സന്തോഷ നിമിത്തം ആ വേദന പിന്നീട് ഒരിക്കലും അവൾ ഓർമ്മിക്കുന്നില്ല. അതുപോലെ ഇപ്പോൾ നിങ്ങളും ദുഃഖിതരാണ്, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും. അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയുമില്ല. അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. വിശ്വാസത്തിലെ സ്നേഹമുള്ളവരെ, തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങളാണ്. തൻ്റെ അന്ത്യ താഴവേളയിൽ തൻ്റെ പ്രിയ ശിഷ്യന്മാരോട് സംസാരിക്കുന്ന യേശുവിൻ്റെ രംഗമാണ് ഈ ദിവസങ്ങളെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. എന്നാൽ അതിൻ്റെ അവസാന ഭാഗത്തോട് അടുക്കുമ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറും. പ്രിയമുള്ളവരെ, യേശു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന വലിയൊരു ഉറപ്പാണത്. എൻ്റെ നാമത്തെ പ്രതി നിങ്ങൾ വിലപിക്കുമ്പോൾ, നിങ്ങൾ ദുഃഖിക്കുമ്പോൾ, അതെല്ലാം സന്തോഷകരമായി മാറുന്ന ഒരു നിമിഷം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. യേശുവിനെ പിന്തുടരുന്ന എല്ലാവരെയും സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ കൂടുതലായി അനുഭവിക്കുന്ന ഒന്നാണ് പീഡകൾ. എത്രമാത്രം ആത്മാർത്ഥതയോടുകൂടെ നമ്മൾ യേശുവിനെ പുൽകുന്നുവോ, യേശുവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നുവോ, അവിടെയെല്ലാം നമ്മളെ കാത്തിരിക്കുന്ന സകലങ്ങളുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു ജീവിതമായിരിക്കണമെന്നില്ല നമുക്ക് ലഭിക്കുക. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലുള്ള സൗകര്യങ്ങൾ നമുക്ക് ലഭിക്കണമെന്നില്ല. പക്ഷേ അവിടെയെല്ലാം വിശ്വസ്തയോടുകൂടെ നീ ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുമെങ്കിൽ, നീ ക്രിസ്തുവിന് വേണ്ടി നിലനിൽക്കുമെങ്കിൽ, ക്രിസ്തുവിനെ നിൻ്റെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമെങ്കിൽ, തീർച്ചയായും നിൻ്റെ ജീവിതത്തിൽ നിന്നെ കാത്തിരിക്കുന്ന ഒത്തിരിയേറെ സങ്കടങ്ങളുണ്ട്. യേശുവിൻ്റെ ശിഷ്യന്മാരോട് യേശു ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ 3 വർഷക്കാലം യേശുവിനോടൊപ്പം സഞ്ചരിച്ച് യേശു ആരാണ്, യേശു എങ്ങനെയുള്ളവനാണ്, യേശു എപ്രകാരമാണ് പ്രവർത്തിക്കുന്നത് എന്നെല്ലാം തിരിച്ചറിഞ്ഞവരോടാണ് യേശു ഈ കാര്യം ഓർമ്മപ്പെടുത്തുക. ഇപ്പോൾ നിങ്ങൾ സന്തോഷത്തോടെ നടക്കുന്നവരാകാം, പക്ഷേ നിങ്ങളിൽ നിന്ന് ഞാൻ എടുക്കപ്പെടുന്ന സമയം ആസന്നമായിരിക്കുന്നു. ആ നിമിഷം നിങ്ങൾ കൂടുതലായിട്ട് ദുഃഖിക്കുകയും നിങ്ങൾ വിലപിക്കും. പക്ഷേ ഈ ലോകം സന്തോഷിക്കും. കാരണം യഹൂദരെല്ലാവരും തന്നെ യേശുവിനെ ഈ ലോകത്തിൽ നിന്നും ഒഴിവാക്കുവാൻ വേണ്ടിയാണ് പരിശ്രമിച്ചത്. ഫരിസേയരും നിയമജരുമെല്ലാം, എന്തിന് പുരോഹിത ശ്രേഷ്ഠന്മാർ പോലും യേശുവിനെ അംഗീകരിക്കുവാൻ തയ്യാറാകുന്നില്ല. യേശു പറയുന്നത് കേൾക്കുവാൻ തയ്യാറാകുന്നില്ല. യേശു ക്രിസ്തുവാണ്, അല്ലെങ്കിൽ മിശിഹായാണ്, ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന രക്ഷകനാണ് എന്ന് അംഗീകരിക്കുവാൻ തയ്യാറാക്കാത്തത് കൊണ്ട് എങ്ങനെയും അവനെ അവസാനിപ്പിക്കണം. കാരണം മറ്റുള്ളവരെല്ലാവരും യേശുവിലേക്ക് കൂടുതലായി അടുക്കുന്നു എന്ന ചിന്തയായിരുന്നു, അല്ലെങ്കിൽ ഒരു അസൂയയായിരുന്നു അവരെ നയിച്ചത്. അതിനാൽ യേശുവിൻ്റെ മരണം ആഘോഷിക്കാൻ പോകുന്നത് ആരാണ്? യഹൂദന്മാരും പുരോഹിതർ ശ്രേഷ്ഠന്മാരും നിയമജരും ഫരിസേയരുമെല്ലാമാണ്. ആ നിമിഷം നിങ്ങൾ വിലപിക്കുകയായിരിക്കും. കാരണം നിങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് ആരെയാണോ പിന്തുടർന്നത് അവൻ നിങ്ങളിൽ നിന്ന് എടുക്കപ്പെടുന്ന ആ ഒരു നിമിഷം ഒരുപക്ഷെ നിങ്ങൾക്ക് സഹിക്കാൻ സാധിക്കില്ല. പക്ഷേ അത് നിങ്ങൾക്ക് വേണ്ടി കാത്തുവച്ചിരിക്കുന്ന സന്തോഷത്തിലേക്കാണ് നിങ്ങളെ കൊണ്ടെത്തിക്കുക. ആ സന്തോഷം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ദൈവം നൽകാൻ പോകുന്ന നിത്യജീവനാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ആ ഒരു സന്തോഷമാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുക. ആ ഒരു സന്തോഷം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ആർക്കും എടുത്തു മാറ്റുവാൻ സാധിക്കില്ല എന്ന് യേശു അവർക്ക് വാക്ക് കൊടുക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ആ ഒരു സന്തോഷം അനുഭവിക്കുവാൻ വേണ്ടിയാണ്
വിശ്വാസത്തോടെ പ്രത്യാശയോടെ നമ്മളെല്ലാവരും ഈ ലോകത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുക. യേശു അത് എത്രമാത്രം ആഴമേറിയ ഒന്നാണ് എന്ന് കാണിക്കുവാൻ വേണ്ടിയാണ് തൻ്റെ പ്രിയ ശിഷ്യന്മാരോട് ആ ഗർഭിണിയുടെ കഥ പറയുക. പ്രസവിക്കുന്ന വേളയിൽ അവർ അനുഭവിക്കുന്ന വേദന ഒരുപക്ഷെ അവർക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായിരിക്കാം. പക്ഷേ ഈ ലോകത്തിലേക്ക് പുതിയൊരു ജീവൻ കടന്നു വന്നു എന്നതിനെ ഓർത്ത് അവർ സന്തോഷിക്കും. അതിനു മുമ്പ് അവർ അനുഭവിച്ച ആ ഒരു വേദന അവർ പാടെ മറന്നു പോകും. യേശു ആ ഒരു ഉപമ എടുത്തു കാണിച്ചുകൊണ്ട് എപ്രകാരമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സഹായകനായ പരിശുദ്ധാത്മാവ് കടന്നു വരുന്നത്, അവൻ കടന്നു വരുമ്പോൾ യേശു ആരാണ്, അവൻ എന്താണ് പഠിപ്പിച്ചത് എന്നെല്ലാം നിങ്ങളെ ബോധ്യപ്പെടുത്തും. അങ്ങനെ അതിലൂടെ നിങ്ങൾക്ക് കൈവരാൻ പോകുന്ന ആ വലിയ രക്ഷയെക്കുറിച്ച് തിരിച്ചറിയുമ്പോൾ ഇതുവരെ നിങ്ങൾ ഏറ്റെടുത്ത വേദനകളും സഹനങ്ങളുമെല്ലാം നിങ്ങൾക്ക് ഒന്നുമല്ലാതായിത്തീരും. കാരണം നമ്മൾ യേശുവിൻ്റെ പീഡാസഹനത്തിലാണ് പങ്കുചേർന്നത്. ആ പീഡാസഹനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾക്ക് ഈ ഒരു നിത്യരക്ഷ കടന്നു വന്നത്. അവസാനം യേശു അവരോട് പറയുന്നുണ്ട്, പിന്നീട് നിങ്ങൾ ഒന്നും എന്നോട് ചോദിക്കില്ല. കാരണം പിന്നീട് യേശു അവരുടെ ഇടയിലേക്ക് കടന്നു വരുമ്പോൾ അവർക്ക് ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം അവർക്ക് സഹായകനായ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുമ്പോൾ യേശു തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആരാണെന്നും എന്താണെന്നും ഞാൻ പഠിപ്പിച്ചതെല്ലാം നിങ്ങളെ അവൻ ഓർമ്മപ്പെടുത്തും. യേശുവിൻ്റെ മരണത്തിന് മുമ്പ് യേശു പറഞ്ഞ പല കാര്യങ്ങളും ശിഷ്യന്മാർക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ യേശുവിൻ്റെ മരണശേഷം സഹായകനായ പരിശുദ്ധാത്മാവ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ നിമിഷം തൊട്ട് യേശുവിൻ്റെ ഒപ്പമായിരുന്നപ്പോൾ അവർ അനുഭവിച്ച സന്തോഷം, അവർ അനുഭവിച്ച സ്നേഹം, അതെല്ലാം തിരിച്ചറിയുവാൻ അവർക്ക് സാധിക്കും. അത് അവരെ വലിയ വിശ്വാസത്തിൽ നയിക്കുകയും പിന്നീട് ഒന്നും യേശുവിനോട് ചോദിക്കുവാൻ അവർക്ക് ഇടവരുത്താതിരിക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, നമ്മൾ എല്ലാവരും ഉദ്ധിതനായ ക്രിസ്തുവിനെ അനുഭവിക്കുന്നവരാണ്. ഇന്ന് ശിഷ്യന്മാരോട് പറഞ്ഞ ആ ഒരു കാര്യം യേശു നമ്മോടും ആവർത്തിക്കുകയാണ്. നിങ്ങൾക്ക് ഈ പിന്നീട് എന്നെ കാണുമ്പോൾ ഒന്നും ചോദിക്കാനുണ്ടാകില്ല, പക്ഷേ ആ ഒരു അവസ്ഥയിലേക്ക് എത്തുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? കൂടുതൽ വിശ്വാസത്തിലേക്ക് ആഴപ്പെടുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? യേശുവിന് മുമ്പിൽ ഇന്നും പല ചോദ്യങ്ങളും ചോദിക്കുന്നവരായിട്ട് നമ്മൾ മാറുന്നില്ലേ? ജീവിതത്തിലേക്ക് ഏതെങ്കിലും സഹനങ്ങളും സങ്കടങ്ങളും കടന്നു വരുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വ്യതിചലനം പലപ്പോഴും നമുക്കുണ്ടായിട്ടില്ലേ? വിശ്വാസ ജീവിതത്തിന് പുറകോട്ട് പോകുന്ന അനുഭവത്തിലൂടെ നമ്മളും കടന്നു പോയിട്ടില്ലേ എന്ന് ആത്മപരിശോധന ചെയ്തുകൊണ്ട് വിശ്വാസത്തിൽ ആഴപ്പെടുവാനും പ്രത്യാശയുള്ളവരായി ജീവിക്കുവാനും ക്രിസ്തുവിനെ അനുഭവിച്ചവരായിട്ട് മാറുവാനും നമുക്ക് പരിശ്രമിക്കാം. ആ ഒരു കൃപയ്ക്ക് വേണ്ടി ഇന്നത്തെ ദിവ്യബലിയിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.